രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടിയിൽ നമ്മുടെ വെഹിക്കിളിന്റെ ലൈറ്റ്സിന്റെ ഷാഡോ അടിക്കില്ല. ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓട്ടോ ബ്രേക്കിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലൈൻ കീപ്പ് അസിസ്റ്റൻസ്. ആവറേജ് 25,000 ആണ് ഇയർലി മെയിൻ്റനൻസ് വരുള്ളൂ. ഹായ്, ലക്സ്മോട്ടോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ലക്സ്മോട്ടോ അവതരിപ്പിക്കുന്നത് വോൾവോയുടെ XC60 എന്ന മോഡലാണ്. വോൾവോയുടെ ഓൾ ടൈം ടോപ്പ് സെല്ലറാണ് വോൾവോ XC60. ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള, നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇത് മൈൽഡ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ആവറേജ് 25,000 ആണ് ഇയർലി മെയിൻ്റനൻസ് വരുള്ളൂ. ഇതിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ അഡാസിൻ്റെ ലെവൽ 3 അഡാസ് വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓട്ടോ ബ്രേക്കിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലൈൻ കീപ്പ് അസിസ്റ്റൻസ്, ഓട്ടോണോമസ് ഡ്രൈവ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലെയുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ് ലാംപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ LED അഡാപ്റ്റീവ് LED ഹെഡ് ലാംപ്സ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ ബീം, ലോ ബീം, പിന്നെ ഷാഡോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട് ഇതിൽ. അതിൽ ഇപ്പോൾ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടിയിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ ലൈറ്റ്സിൻ്റെ ഷാഡോ അടിക്കില്ല. അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. അതൊരു സേഫ്റ്റി ഫീച്ചർ കൂടിയാണ്. 19 ഇഞ്ചിൽ വരുന്ന വലിയ വീൽസാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള റോട്ടിലും നല്ല സുഖകരമായിട്ട് യാത്ര ചെയ്യാം. നല്ല വിശാലമായ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ സ്പെയർ വീല് വരുന്നത് താഴെയാണ്. അത് ഡോണറ്റ് ടയേഴ്സാണ്, ചെറിയ ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് സേവിങ് ടയേഴ്സാണ്. സോ നമ്മുടെ ബൂട്ടിലെ സ്പേസിനെ അഫക്റ്റ് ചെയ്യാത്ത തരത്തിലാണ് അത് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. റിയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സീറ്റാണ് വരിക. അത്യാവശ്യം ഹൈറ്റുള്ള ഒരു 6 ഫീറ്റ് ഒക്കെ ഹൈറ്റുള്ള ഒരാളാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിനകത്ത് നിന്ന് ട്രാവൽ ചെയ്യാം. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ലെതേഴ്സാണ്, നാപ്പ ലെതേഴ്സാണ്. ഇത് ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ X3 അല്ലെങ്കിൽ GLC പോലുള്ള മോഡൽസാണ് ഇതിൻ്റെ കോമ്പറ്റീഷൻ. Q5 പോലുള്ള മോഡൽസാണ് കോമ്പറ്റീഷൻ. ഇതിലൊന്നും ഈ നാപ്പ ലെതേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. ഈവൻ റോൾസ് റോയ്സിൽ യൂസ് ചെയ്ത ലെതറാണ് ആക്ച്വലി ഇത്. ഇനി ഫ്രണ്ട് സീറ്റ്സിലേക്ക് വരുമ്പോൾ സീറ്റ് കൂളിംഗ് വരുന്നുണ്ട്, സീറ്റ് ഹീറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ 5 ടൈപ്സ് ഓഫ് സീറ്റ് മസാജിങ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, സ്പീഡ്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് വരുന്നത്. ഇതിലൊരു eSIM ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്സ്, യൂട്യൂബ്, സ്പോട്ടിഫൈ പോലുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അതിന് 5 ഇയേഴ്സിലേക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആക്സസ് ആണ്. നമുക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മറ്റു കാര്യങ്ങളൊന്നും തന്നെ അതിന് വേണ്ട. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള ഫീച്ചേഴ്സ് കൂടാതെ നമുക്ക് ഈ വെഹിക്കിൾ വേൾഡിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വാർണിങ്സോ അല്ലെങ്കിൽ എഞ്ചിൻ സർവീസ് ഡ്യൂറേഷൻ മറ്റുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഫോൺ ത്രൂ നമുക്കറിയാം. താങ്ക് യു ഫോർ വാച്ചിങ് അസ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.